ഭാഗം 23 ശിശിരം. രചന അവതരണം മിത്രവിന്ദ. നകുലേട്ടാ വിടുന്നുണ്ടോ? ചേ. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എവിടുന്ന്? അവന് യാതൊരു മാറ്റവുമില്ല. അല്പം കൂടി അവളെ മുറുക്കി പിടിച്ചു. എന്നിട്ട് അമ്മുവിൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. വിഷമമുണ്ടടി നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ. പക്ഷേ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അതാണ് കേട്ടോ. അവൻ മെല്ലെ അവളോട് പറഞ്ഞു. നീ അപ്പച്ചിയുടെ കാര്യമോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പച്ചി പോയത്. ഈ ശ്വാസം നിലയ്ക്കും വരെയും നിനക്കൊരു കുറവും വരുത്താതെ ഞാൻ നോക്കും, ഉറപ്പ്. അവളുടെ വലം കൈയിലേക്ക് നകുലൻ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി പറഞ്ഞു. അപ്പോഴും ഒരക്ഷരം പോലും പറയാതെ അമ്മു അങ്ങനെ തന്നെ നിന്നു. നിനക്കെന്നോട് വെറുപ്പും ദേഷ്യവും അരിച്ചവും ഒക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ പെണ്ണെ, ഈ ഉള്ളവൻ്റെ കൂടെ കൂടിപ്പോയില്ലേ നീ? അമ്മുവിൻ്റെ കവളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞ് നകുലൻ അകന്നു മാറി. ഞാൻ വിളിച്ചോളാം, നീ ഫോൺ എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഈ സുന്ദരമായ മുഖം കുത്തി വീർപ്പിച്ചിരുന്നേക്കരുത്. കുറച്ച് കാശെടുത്ത് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനും അവനപ്പം മറന്നില്ല. എനിക്ക് പൈസയൊന്നും വേണ്ട നകുലേട്ടാ, കുറച്ച് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇപ്പം തൽക്കാലം ഒന്നും എടുക്കാൻ നിൽക്കണ്ട. പോയിട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടി, നീ എന്നെ എത്രമാത്രം വെറുത്താലും വാശി കാണിച്ചാലും ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിനക്ക് നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഒരുപാട് സമയം വേണമെന്നും എനിക്കറിയാം. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആ കാത്തിരിപ്പിൻ്റെ അവസാനം മാത്രം നീ പൂർണ്ണമായും എൻ്റേതാകും. നകുലൻ തൻ്റെ ബാഗും എടുത്ത് വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങിയതും അമ്മുവിൻ്റെ മിഴികളിൽ ഒരു നീർത്തിളക്കം. അതങ്ങനെ ഓരോ തുള്ളിയായി ഉരുണ്ടു കൂടി അവളോട് ദേഷ്യം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പ്രവഹിച്ചു. താഴെ നിന്നും അമ്മായിയുടെ വർത്താനം കേട്ടപ്പോൾ അമ്മുവും അവിടേക്ക് ഇറങ്ങിച്ചെന്നു. താടിക്ക് കൈയും കൊടുത്ത് മുഖം ഒരു വശത്തേക്ക് ചിരിച്ചു പിടിച്ചുകൊണ്ട് ബിന്ദു ഇരിപ്പുണ്ട്. നകുലനോടുള്ള പിണക്കമാണ് അവരങ്ങനെ പെരുമാറാനുള്ള കാരണം. പാറക്കുട്ടിയെ എടുത്തുയർത്തി ആ വയറിൽ ഉമ്മ വെച്ച് അവളെ ഇക്കിളിപ്പെടുത്തുകയാണ് നകുലൻ. കുഞ്ഞിൻ്റെ ചിരി കണ്ട് ശ്രീജയും പുഞ്ചിരിയോടെ നിൽപ്പുണ്ട്. പിന്നാലെ അമ്മുവും. ശ്രീജയുടെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണിനെ തിരിച്ചേൽപ്പിച്ച് ബിന്ദുവിൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് നകുലൻ മുറ്റത്തേക്കിറങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മുവും ശ്രീജയും ഒക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ബിന്ദു മുഖം കുനിച്ച് അവൻ്റെ അടുത്തേക്ക് അടുത്തു. എന്നിട്ട് മകൻ്റെ ഇരു കവളിലും മുത്തം നൽകി. സൂക്ഷിച്ചു പോണം കേട്ടോ, സ്പീഡ് കൂടുമ്പോൾ ഓർത്തോളം ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ടെന്ന്. അമ്മ പറയുന്നത് കേട്ടപ്പോൾ നകുലൻ ഉമ്മറത്തേക്ക് കഴുത്തു നീട്ടി. തൂണിൽ ഇരു കൈകളും ഊന്നി തങ്ങളെ നോക്കി നിൽപ്പുണ്ടമ്മു. അവൻ്റെ നോട്ടം വന്നതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി. ഗേറ്റ് കടന്ന് വണ്ടി ഇറങ്ങിപ്പോയിട്ടും ആരും അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് ഏതോ കിടപ്പ് തുടങ്ങിയിട്ട് നേരം കുറേയായി. മീനാക്ഷി കാലത്തെ ജോലിക്ക് പോയിരുന്നു. ഇടയ്ക്ക് 1-2 തവണ അവൾ ഫോൺ വിളിച്ചപ്പോഴൊക്കെ ഏതോ 1-2 വാക്കുകൾ സംസാരിച്ചു. അതിനുശേഷം അവൾ ഗിരിജയെ വിളിച്ചു. മുകളിലെ മുറിയിലാണെന്നും താഴേക്ക് ഇറങ്ങി വന്നതേ ഇല്ലെന്നുമൊക്കെ അവരവൾക്ക് മറുപടി കൊടുത്തു. ഓഫീസിൽ നിന്നും എത്തിയ ശേഷം അവൾ ഓടി മുകളിലേക്ക് വന്നു. യദുവേട്ടാ. മീനാക്ഷിയുടെ ശബ്ദം കേട്ട് യദു എഴുന്നേറ്റിരുന്നു. പനിക്കുന്നുണ്ടോ ഏട്ടനെ? അവൾ ബാഗ് കൊണ്ടുവന്ന് ഷെൽഫിൽ വെച്ച ശേഷം അവൻ്റെ നെറ്റിയിൽ കൈപ്പത്തി വെച്ച് നോക്കി. ചെറിയ ചൂടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ഏട്ടാ? ഏയ് വേണ്ടടോ, ഇപ്പോൾ കുറവായി. അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റു. വന്നേ, നമുക്കൊരു ചായ കുടിക്കാം, ക്ഷീണമൊക്കെ മാറും. അവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. താൻ ചെല്ല്, ഞാൻ വന്നേക്കാം. ഏതോ ഒഴിഞ്ഞു മാറി. അമ്മു പോയത് സങ്കടമായോ? അതാണോ ഇത്ര പെട്ടെന്നുള്ള ഈ തലവേദന? മീനാക്ഷിയുടെ ചോദ്യം കേട്ട് അവൻ അവളെ നോക്കി നെറ്റി ചൊളിച്ചു. എന്നോടൊന്നും ഒളിക്കണ്ട യദുവേട്ടാ. ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞതായിരുന്നു ഈ കാര്യം. മീനാക്ഷി തൻ്റെ ഷോൾ അഴിച്ചു മാറ്റി
എന്നിട്ട് അവൻ്റെ അരികിലേക്ക് വന്നു. ഓർമ്മയുണ്ടോ, തൊടിയിൽ ചീര പറിക്കാനായി അമ്മു വന്നപ്പോൾ യദുവേട്ടൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കുറ്റാരോപണം നടത്തിയത്? എല്ലാം ഞാൻ കേട്ടായിരുന്നു. അതിൻ്റെ ഷോക്കിലാ അമ്മുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അത് അതിനേക്കാൾ വലിയ ഒരു വിപത്തായി മാറുകയും ചെയ്തു. അപ്പച്ചിയോടും അമ്മയോടുമൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ മേലായിരുന്നോ? എന്തിനാ വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചിഴിച്ചത്? മീനാക്ഷിയുടെ ചോദ്യങ്ങൾ നേരിടാൻ വയ്യാതെ അവൻ കുഴങ്ങി. രാത്രി 7 മണിയായപ്പോൾ ബിന്ദുവിൻ്റെ ഫോണിലേക്ക് നകുലിൻ്റെ കോൾ വന്നു. താൻ എറണാകുളത്ത് എത്തിച്ചേർന്നെന്നും. അമ്മു ആ സമയത്ത് അടുക്കളയിലായിരുന്നു. അമ്മയോട് 1-2 വാക്കുകൾ സംസാരിച്ച് നകുലൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ശ്രീജി അമ്മുവിനോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ അമ്മു അവളോട് മറുപടിയും പറയുന്നുണ്ട്. ഇവിടെ വന്നതിലും മാറ്റമുണ്ടെന്ന് ശ്രീജയ്ക്ക് തോന്നി. അവനിപ്പോൾ വിളിച്ചായിരുന്നു, അങ്ങ് എത്തിയതേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെച്ചു. അതെങ്ങനെയാ? എത്ര തവണ അവനോട് പറഞ്ഞതാ ഈ ചോറും കറികളും കുറച്ച് കൊണ്ടുപോകാൻ. ഒന്നും കേൾക്കില്ല. ഇനിയിപ്പോൾ ഓടിപ്പിടിച്ച് ചെല്ലുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ ആവോ? ബിന്ദു ആരോടെന്നല്ലാതെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കിടന്ന ഒരു കസേരയിൽ വന്നിരുന്നു. എൻ്റെ അമ്മേ, സമയം 7:30 പോലും ആയിട്ടില്ല. എറണാകുളം പോലുള്ള സിറ്റിയിൽ രാത്രി ഭക്ഷണം തീർന്നു പോയെന്ന് അമ്മ ആരോടും പറയരുത് കേട്ടോ. ശ്രീജ ബിന്ദുവിനെ കളിയാക്കി. അമ്മു കറികളൊക്കെ എടുത്ത് ചൂടാക്കി വെക്കുകയാണ്. അമ്മു, മോക്ക് ഒറ്റയ്ക്ക് മുകളിലെ മുറിയിൽ കിടക്കാൻ പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കിടന്നോട്ടോ. ബിന്ദു പറഞ്ഞതും ശ്രീജയും അത് ശരിവെച്ചു. കുഴപ്പമില്ല അമ്മായി, ഞാനവിടെ കിടന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അമ്മു അവർക്ക് മറുപടിയും കൊടുത്തു. 3 പേരും കൂടി ഇരുന്ന് അത്താഴമൊക്കെ കഴിച്ചു. ബിന്ദു കുറച്ച് സമയം TV സീരിയലൊക്കെ നോക്കിയിരിക്കുകയാണ്. ശ്രീജ അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഉമ്മർത്തുകൂടി നടപ്പുണ്ട്. അമ്മു പാർക്കുട്ടിയെ എടുത്തു നടക്കുകയാണ്. രാത്രി 9:30 ആയപ്പോൾ ബിന്ദു കിടക്കാനായി പോയി. ശ്രീജയും അമ്മുവും വർത്താനമൊക്കെ പറഞ്ഞ് 10-10:30 വരെ ഇരുന്നു. കുഞ്ഞുമാവ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതും ശ്രീജയും തൻ്റെ മുറിയിലേക്ക് പോയി. അമ്മുവിനോട് ഒരിക്കൽ കൂടി ശ്രീജ ചോദിച്ചു അവളുടെ ഒപ്പം കിടക്കുന്നോ എന്ന്. പക്ഷേ അമ്മു ഒഴിഞ്ഞു മാറി. അവൾ നകുലൻ്റെ മുറിയിലെത്തി. മേശമേലിരുന്ന് ഫോൺ ഇരമ്പുന്നുണ്ട്. അമ്മു വന്നിട്ട് അതെടുത്തു നോക്കി. നകുലനായിരുന്നു. ഹലോ നകുലേട്ടാ. അമ്മുവിൻ്റെ ശബ്ദം നകുലൻ്റെ കാതിൽ പതിഞ്ഞു. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ അമ്മു ഫോൺ എടുക്കാതിരുന്നേ? ഫോണ് ഇവിടെ റൂമിലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്. അവരൊക്കെ എവിടെ? കിടന്നോടി. നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ അമ്മയുടെ ഒപ്പം മുറിയിലേക്ക് പോയിക്കോളൂ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഈ മുറി കിടന്നോളാം. നകുലേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? 2 ദോശ വാങ്ങി. ഇവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു ഫേമസ് തട്ടുകടയുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡൊക്കെ. 9 ആകുമ്പോഴേക്കും അവരടച്ചു കഴിയും. എല്ലാം തീർന്നിട്ടുണ്ടാവും ആ സമയത്ത്. അതുകൊണ്ട് വന്ന പാടെ ഞാൻ ഓടിപ്പോയി ഫുഡ് വാങ്ങി വെച്ചു. അവൻ പറയുന്നതെല്ലാം അമ്മ മോളി കേട്ടു. നീ കഴിച്ചില്ലേ? കഴിച്ചു. ഇന്ന് ശ്രീജയോടൊപ്പം വീട്ടിലേക്കെങ്ങാനും പോയിരുന്നോ? ഇല്ല, നാളെ കാലത്തെ പോയിട്ട് വരാൻ അമ്മായി പറഞ്ഞു. അമ്മായിയമ്മ നിന്നോട് പോര് വല്ലതും കാണിച്ചോടി? ഒരു ചിരിയോട് കൂടി നകുലൻ ചോദിക്കുന്നത് അമ്മു കേട്ടു. അവൾ പക്ഷേ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് സമയം കൂടി അമ്മുവിനോട് സംസാരിച്ച ശേഷം നകുലൻ ഫോൺ വെച്ചു. അമ്മു അതേ ഇരിപ്പ് അങ്ങനെ തുടർന്നു. ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരാൾ ഈ കുടുംബത്തിൽ വന്ന് കയറുമെന്നോ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമെന്നോ ഒന്നും താൻ ഓർത്തിട്ട് പോലുമില്ല. സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഒരു വ്യക്തിയുടെ ജീവിതം കീഴ്മേൽ മറിയാൻ നിമിഷങ്ങൾ പോലും വേണ്ട. സ്വന്തം കൂടപ്പിറപ്പായി കരുതിയവൻ ഇന്നലെ തൻ്റെ മാനം കവരാൻ വന്നു. യദുവേട്ട എന്ന് തികച്ചു വിളിച്ചിരുന്നില്ല താന്. അത്രയ്ക്ക് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നവനാണ്. യദുവേട്ടനെ പോലെ ഒരു ചെറുക്കനെ തനിക്കും കിട്ടണമെന്ന് ഓർത്തിരുന്ന
ഒരു കൗമാരക്കാരിയായിരുന്നു താനും. എന്നാലും ഒരിക്കലും ആളോട് പ്രണയമൊന്നും തോന്നിയിട്ടില്ല. ദേവക്കുളങ്ങരയമ്മയുടെ നടയിൽ മീനഭരണി തൊഴാൻ പോകുമ്പോൾ ഒരുവൻ തന്നെ നോക്കി നിൽക്കും. പുതിയ പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞ്, മുടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി, ഇരു കൈകളും നിറയെ കുപ്പിവളകൾ അണിഞ്ഞ്, കണ്ണിൽ കൺമഷി പടർത്തി, ചെറിയ വട്ടപ്പൊട്ടും കുത്തി, സുന്ദരിയായിട്ട് കോഴിപ്പാടത്തിനക്കരെ പ്രിയേച്ചിയോടൊപ്പം നടന്നു പോകും. അപ്പോൾ തങ്ങളെ പിന്തുടർന്ന് അവൻ പിന്നാലെ കാണും. താനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ മറ്റെവിടേക്കെങ്കിലും ദൃഷ്ടി മാറ്റും. ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് പ്രിയേച്ചി അതൊന്നും ശ്രദ്ധിക്കാറേയില്ല. അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോഴും ആനക്കൊട്ടിലിൻ്റെ അരികിലായി നിന്ന് കലാപരിപാടികൾ ആസ്വദിക്കുമ്പോഴും അന്നദാന കൗണ്ടറിൻ്റെ അരികിൽ ചെന്ന് ക്യൂ നിൽക്കുമ്പോഴുമൊക്കെ അവൻ തന്നെ നോക്കുന്നത് കാണാം. ചന്തക്കടയിൽ ചെന്ന് പൊട്ടും ചാന്തും കുപ്പിവളകളും വാരിക്കൂട്ടി തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ എവിടെ നിന്നെങ്കിലും പാഞ്ഞു വന്നിട്ട് ഒരു കവറ് തൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അവൻ ഓടിപ്പോകും. ഒരു തവണ താൻ അത് അവൻ്റെ കൺമുമ്പിൽ വെച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നീട് നേരിട്ട് തരാറില്ല, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടും. ഇഷ്ടാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. പക്ഷെ ഒരിക്കൽ താൻ പ്രതികരിച്ചു. ഒരു ദിവസം കോളേജിൽ പോയിട്ട് തിരിച്ച് കവലയിൽ ഇറങ്ങി നടന്നു വരുമ്പോൾ ആളും പിന്നാലെയുണ്ട്. എന്തുദ്ദേശമായാലും ശരി, നടക്കില്ല, എനിക്കയാളോട് ഇഷ്ടമില്ല, മേലാല് എൻ്റെ പിന്നാലെ ഇങ്ങനെ വായി നോക്കി വരരുത്, കേട്ടല്ലോ? കലിപ്പിച്ചു പറഞ്ഞുകൊണ്ട് താൻ മുന്നോട്ട് നടന്നു. കെട്ടുന്നെങ്കിലേ അത് നിന്നെ തന്നെയായിരിക്കും. ദേവക്കുളങ്ങര അമ്മയാണ് സത്യം. വെല്ലുവിളിക്കുവാണോ? അതെടി, വെല്ലുവിളിക്കുക. എന്തേ? ഇയാൾക്ക് തോൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ആരാ തോക്കുന്നതെന്ന് നമുക്ക് കാണാം മോളെ. നിന്നെ കെട്ടി കൂടെ പൊറുപ്പിക്കും ഞാൻ. എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുകയും ചെയ്യുന്നീ. ചേ, വൃത്തികെട്ടവൻ, മിണ്ടാതെ പോകുന്നുണ്ടോ? ഞാനിപ്പോൾ പോയേക്കുവാ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കോളേജിൽ പോയിക്കോണം. ഏതവനെയെങ്കിലും വായി നോക്കി നടന്നാൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയും. ഒപ്പം നിന്റെ പഠിപ്പ് നിർത്തേണ്ടി വരും. ഓ പിന്നെ, തൻ്റെ സ്വഭാവമല്ലേ. ഒന്ന് പോയേ. പറഞ്ഞുകൊണ്ട് താൻ മുന്നോട്ട് വേഗത്തിൽ നടന്നു. വെല്ലുവിളിയൊക്കെ സ്വീകരിച്ച്. പക്ഷെ തോറ്റുപോയത് താനാണ്. ജയിച്ചവൻ അണിയിച്ച താലി അപ്പോഴും അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. ചുവരിലെ ചിത്രത്തിൽ അവൻ്റെ ചിരിക്കുന്ന മുഖം നോക്കി അമ്മു പതിയെ കിടക്കയിലേക്ക് കിടന്നു. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് തന്നിട്ട് പോണേ.